നമസ്കാരം. ഓസ്ട്രേലിയയിലെ ബ്ലൂ സിമ്മീസ് ക്രാബ് വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാബാണിത്. അത് വളരെ ജ്യൂസി ആയിട്ട് നല്ല ഒരു നട്ടി ടേസ്റ്റുള്ളൊരു സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ക്രാബാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കേരള സ്റ്റൈലിലുള്ള ടങ് ബേണിംഗ് ആയിട്ടുള്ള മസാലകൾ ഒഴിവാക്കി കുറച്ച് ലൈറ്റ് മസാലകളിട്ട് എന്നാൽ നല്ല ഫ്ലേവർസുമായിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. നീലവർണ്ണനായുള്ള നീന്തൽക്കാരൻ, ഞണ്ടോ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. ഇത് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വാഷ് ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്യുന്നതാണ് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ അതിൻ്റെ അടിയിലത്തെ ചെള്ള അല്ലെങ്കിൽ അതിൻ്റെ ഷെല്ല് പറിച്ച് കളയുക. എപ്പോഴും റണ്ണിങ് വാട്ടറിൽ അത് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. ബാക്കിലെ തോടങ്ങ് പൊളിച്ച് കളയാം നമുക്ക്. അപ്പോൾ അതിനോട് കൂടി തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ ചെളികളും നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കണ്ണും മൂക്കും വായും എല്ലാം കൂടെ പറിച്ച് കളയാം. അതിനാണ് പറിച്ച് കളയുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത് മീറ്റോ കാര്യങ്ങളൊന്നുമില്ല, അത് എക്സ്ട്രാ ആയിട്ടുള്ള. പിന്നെ നമുക്കൊരു ക്ലീൻലിനെസ്സും ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഈ വഴുവഴുപ്പുള്ള സാധനങ്ങളെല്ലാം അങ്ങ് തൂത്ത് കളഞ്ഞേക്കണം, അങ്ങ് പറിച്ച് കളഞ്ഞേക്കണം. ഒരു സാധനം, ഒരു കറുത്ത കളറുള്ള ഒരു സാധനം വെക്കേണ്ട കാര്യമില്ല. ഇനി അത് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിൽ കണ്ടിട്ട് കൊമ്പ് പോലെയൊക്കെ ഇരിക്കുന്നത് അതും അങ്ങോട്ട് പറിച്ച് കളഞ്ഞേക്കണം. ശേഷം രണ്ടെണ്ണത്തിൻ്റെയും കൂടെ നടുക്ക് വിരൽ വെച്ചിട്ടങ്ങ് ഒടിച്ച് പതുക്കെ ഇങ്ങ് ഒടിച്ചെടുത്താൽ മതി. സാധനം ഒടിഞ്ഞങ്ങ് പോരും. ഈ സാധനം ഒടിഞ്ഞ് കിട്ടി അത് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇനി അതിൻ്റെ ചെകിള, ആ ഗില്ല് നമുക്കിങ്ങോട്ട് നന്നായിട്ട് പറിച്ച് കളയണം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞാലങ്ങ് പൊക്കോളും അത്. പക്ഷെ അതും ഇരിക്കാതിരിക്കുന്ന നല്ലത്. അതങ്ങ് പറിച്ച് ഓരോരോ പീസുകളായിട്ട് എടുത്ത് ഞുള്ളി പറിച്ചങ്ങ് കളഞ്ഞാൽ ഇനി ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുക, അങ്ങ് ക്ലീനാകും. ഇനി ഇത് നമുക്ക് വെള്ളം ചൂടാക്കി അതിലേക്ക് ബോയിൽ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് തീയിലിട്ട് വെക്കുക. തീയിൽ വെച്ച് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബിനെ, നീല ക്രാബിനെ ഇട്ട് കൊടുത്ത് ചുമന്ന ക്രാബാക്കാം. കണ്ടോ, ഓരോന്നും വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് നീല, അത് ഇട്ടതിന് ശേഷം അത് ചുമലയാകും, അല്ലെങ്കിൽ ഓറഞ്ച് കളറാകും പെട്ടെന്ന് തന്നെ. അതാണ് ഇതിൻ്റെ ഒരു മാജിക്ക്. തിളച്ച വെള്ളത്തിലിട്ട് 6 to 7 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുക്കണം. അത്രേ ഇതിൻ്റെ വേവുള്ളൂ. ഇത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് വേണ്ട മസാലയും കൂടെ നമുക്കുണ്ടാക്കാം. പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സ്വല്പം വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഒരു 2 വെളുത്തുള്ളിയുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു ഗ്രീൻ ചില്ലി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതൊന്ന് നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. ആ സോട്ട് ചെയ്തതിലേക്ക് ഒരു സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് സവോളയാണത്, മീഡിയം സൈസായിട്ടുള്ള സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അത് നമുക്കിട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം കുറച്ച് പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ടൊമാറ്റോ, അതും ഒരു നോർമൽ സൈസായിട്ടുള്ള ടൊമാറ്റോ ആണ്, അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 ടൊമാറ്റോ ഒന്ന് അരിഞ്ഞിട്ടേക്കണം. അത് നമുക്ക് അതിലിട്ടൊരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് 7 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റി വെള്ളം കളഞ്ഞ് എടുക്കണം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ആവശ്യത്തിനിടാം. കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1 1/2,
മുളക് പൊടി ഒരു 1½ ടീസ്പൂണ്, കൊറിയാണ്ടർ പൗഡർ ഒരു 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്, സോൾട്ട് ടു ടേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ മസാലയ്ക്കകത്ത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ കേരളത്തിൽ ഉപയോഗിക്കുന്ന അതേ മസാലകൾ തന്നെ, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കോക്കനട്ട് ക്രീം അല്ലെങ്കിൽ മിൽക്ക് നല്ല തിക്കായിട്ടുള്ളത് ഒരു 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് മസാലയിലുള്ള എല്ലാ ടേസ്റ്റും കോക്കനട്ട് ക്രീമിൻ്റെ എല്ലാ ടേസ്റ്റും മസാലയിലേക്ക് പിടിക്കണം. അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പരിപാടി. ഇനി അതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് തികഞ്ഞിട്ടില്ലെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കളർ മാറി വന്ന് ചെറിയ ചുമപ്പാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഇത് വെച്ചിരിക്കുന്ന ക്രാബ് ഇട്ട് കൊടുക്കുക. അത് മസാലയിൽ ഒന്നിങ്ങനെ മുക്കിയതിന് ശേഷം മസാല അതിൻ്റെ മീറ്റെ പറ്റിയെന്ന് ഉറപ്പായതിന് ശേഷം ഇങ്ങനെ ഒന്നും കൂടെ വെച്ച് തിളപ്പിച്ചേക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എല്ലാത്തിലും ആ സോസ് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി സ്പൂണിൽ നമ്മൾ കൂരിയും ഒഴിച്ചേക്കണം മീറ്റയിലോട്ട്. അത് ഒരു 2 മിനിറ്റ് അവിടെ സിമ്മറിലോട്ടം ഇട്ട് വെച്ചേക്കുക, കാരണം മസാല നന്നായിട്ട് പിടിക്കാനായിട്ട്. ഇനി ആ സമയത്ത് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് നമുക്കിതിന് വേണ്ട സീസണിങ് ഉണ്ടാക്കണം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 3 ഗാർലിക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂണ് നന്നായിട്ട് ജൂലിയൻ സൈസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 1/2 സവോള, ചുമന്ന സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായി കഴിഞ്ഞതിന് ശേഷം നല്ല മണം വരുന്നത് അടിപൊളിയായിട്ടുള്ള കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എൻ്റെ പൊന്നു മോനെ സഹിക്കൂല, അത്രയ്ക്ക് നല്ല മണം വരുന്നു. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ടൈമാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. റോഷൻ്റെ മുഖം കണ്ടിട്ട് സൂപ്പറാന്ന് തോന്നുന്നു. Sauce is nice. Sauce, right? Yeah. It tastes very nice. There's nothing in it. Oh, yeah. അതിന് നമുക്ക് കിട്ടിയ ബ്ലൂ ക്രാബ് കൊണ്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ലൈറ്റായിട്ടുള്ള സംഭവം സൂപ്പറാണ് കേട്ടോ. നല്ല സോസാണ് അത്. ഇനി നമുക്ക് വേറെ ഏത് കറികളുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, അടിപൊളി.